ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ വിഷുവൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവാണ് കേട്ടോ. വീട്ടിൽ ഏട്ടൻ്റെ കുടിരിക്കലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ബുധനാഴ്ചയാണ് കേട്ടോ പോണത്. അപ്പം അന്ന് ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പോകാനായപ്പോഴത്തേന്. ശ്രീലുമോളൊന്ന് സ്കൂളിൽ ചേർത്തും വേണം, എന്നിട്ട് വേണം കേട്ടോ പോവാൻ. അപ്പോൾ പൂക്കോട്ടുംപാടത്ത് തന്നെയാണ് ചേർത്തുന്നത്. ലച്ചുവിൻ്റെയും കണ്ണൻ്റെയൊക്കെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അവൾക്കിപ്പോൾ 4 വയസ്സാകുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചേർത്താൻ വിചാരിച്ചു LKG-യിൽ. അപ്പോൾ പോണ വഴിക്ക് അമ്മമ്മേനെയൊക്കെ കൊണ്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ പോണ വഴിയിലാണ് അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് അമ്മമ്മേനെയും കൊണ്ട് അങ്ങനെ പോകട്ടോ. അമ്മമ്മ വീതൻശ്ശേരി ഉണ്ടായിരുന്നു, പക്ഷേ അവിടുന്ന് വിഷു ആയപ്പോഴത്തേന് വണ്ടൂർക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മമ്മേനെയും കൊണ്ട് അങ്ങനെ പോകണം. പിന്നെ ഞാൻ അമ്മമ്മേനെ കൂട്ടണതോ സ്കൂളിൽ ചേർത്തുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിലെത്തി തലേ ദിവസം തൊട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കണം വിചാരിച്ചതല്ല, അതിൽ ലച്ചുമോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ തലേന്ന് രാവിലെ തന്നെ കൊല്ലക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കൊല്ലക്കാർ അറിയുമ്പോൾ അമ്മേൻ്റെ വലിയമ്മേൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ളവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പന്തൽ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ചോറും സാമ്പാറും ഉപ്പേരിയും പിന്നെ ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പാത്രമാണ് അമ്മയെ ഒഴിവാക്കുന്നത് കേട്ടോ. ചിക്കനൊക്കെ വെക്കൽ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയുടെയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ ചിക്കൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ജോലികളൊക്കെ അമ്മ കൊല്ലക്കാർ പുലർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. ഒരു 5 മണി 6 മണിയൊക്കെ ആവാൻ നേരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അവർ വണ്ടൂർ കയറിയിട്ടാണ്, മാമേൻ്റെ അടുത്ത് കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ ചായയും കടിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കടി പറഞ്ഞാൽ പലഹാരം കേട്ടോ. ചില നാട്ടിലൊക്കെ കടി എന്ന് പറയില്ല, പലഹാരം എന്നാണ് പറയാറ്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെയാണ്, നേരത്തെ നീച്ചിട്ട് അവരൊക്കെ എത്തൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ വരുമ്പോൾ നമുക്ക് പണിയെടുത്തിരിക്കണ്ടല്ലോ, ഓല് വരുമ്പോൾ ഓരോട് സംസാരിച്ചിരിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അമ്മ എല്ലാവർക്കും ആ ചിക്കൻ്റെ പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് ഇളക്കി എല്ലാവർക്കും തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കൊല്ലത്തെ ചേച്ചിയാണ് കേട്ടോ, അത് വല്യമ്മേൻ്റെ മോളാണ് അമ്പിളി ചേച്ചി. അപ്പോൾ അമ്പിളി ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, ഈ പിന്നെ അവരൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും കഴിക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ തന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ഞാനും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ എല്ലാവരും അങ്ങനെ കഴിക്കുകയാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അമ്മമാരെ കൈ കൊണ്ട് തരുമ്പോൾ അതിന് അതിലേറെ ടേസ്റ്റാണല്ലേ. ഇപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. അമ്മായിൻ്റെ മക്കളോ അമ്മായികളോ ഒന്നും എത്തിയിട്ടില്ല. അവരൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേന് എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ ഈ ചുരിദാർ ഇട്ടതാണ് അർച്ചന ചേച്ചി. അർച്ചന ചേച്ചി പറഞ്ഞാൽ വല്യമ്മേൻ്റെ മോൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ ചേച്ചിയും വല്യമ്മയും ഒന്നും വന്നിട്ടില്ല കേട്ടോ. വല്യമ്മയും വലിയച്ഛനും വന്നിട്ടില്ല. ഒരു കാശി പോവാണ് 21-ാം തീയതി. അപ്പോൾ പിന്നെ 18-ാം തീയതി അല്ലേ നമ്മുടെ പരിപാടി. അപ്പോൾ 19-ാം തീയതി പിന്നെയും യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേനൊക്കെ 21-ാം തീയതി പിന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടേ അങ്ങനെ അവരൊന്നും പോന്നിട്ടില്ല. പങ്കുചേട്ടനും അമ്പിളി ചേച്ചിയും പിന്നെ അമ്പിളി ചേച്ചീൻ്റെ കുട്ടികളും അങ്ങനെ ഒരു ഫാമിലി മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതാ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഇല മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പാടത്ത് കൂടെ പോയിട്ട് നമുക്ക് ഇല മുറിക്കുക പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മേൻ്റെ അനിയത്തി അജിതമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ പോരുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും കൊണ്ടാണ് പോണത് പറഞ്ഞപ്പോഴേ പാടത്ത് കുളമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പോരുന്നുണ്ട്. അതേപോലെ തന്നെ കൊല്ലക്കാരും പോരുന്നുണ്ട് കേട്ടോ. ഇതായത് പങ്കുചേട്ടൻ്റെ മോനാണ് കേശു. കൊല്ലത്തെ അമ്പിളി ചേച്ചിക്ക് 2 മക്കളാണ്, ഗോവിന്ദനും മാധവനും കേട്ടോ. അപ്പോൾ അവരുണ്ട് അവിടെ എവിടേക്കോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പാടത്തേക്ക് പോവാണ് കേട്ടോ. അമ്മ അതാ കത്തിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പം അമ്മയുള്ളൂ ഇല മുറിക്കണേ. ഞങ്ങൾ പിന്നെ ജസ്റ്റ് പാടമൊക്കെ ഒന്ന് കാണാറുണ്ട് അങ്ങനെ പോരാണ് കേട്ടോ. കൊല്ലക്കാരും തന്നെ അവർക്ക് പാടത്ത് കൂടെ ഒക്കെ പോകണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും കാണാൻ പറഞ്ഞിട്ടേ ഓലെന്തായാലും അവിടെ അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കും ഒക്കെയാണ്. എന്നാൽ തന്നെ ഇനി കുറേ ആൾക്കാർ വരാനുണ്ട്. ഇതിപ്പോൾ അമ്മ വീട്ടിലത്തോർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അമ്മായിൻ്റെ അടുത്തവരൊന്നും വന്നിട്ടില്ല, അവരൊക്കെ വരാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്മമ്മ വീട്ടിൽ നിന്ന് പിന്നെ സച്ചൊക്കെ വന്നിട്ടുണ്ട്, മാമേൻ്റെ മോൻ കേട്ടോ. പോനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോരുമായിരുന്നു, ഓരോ വീഡിയോ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊല്ലക്കാർ വന്നാൽ ഇവിടെ പാടത്തു കൂടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ, വെറുതെ ഒന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ മുറിക്കണില്ല കേട്ടോ.
വാഴേൻ്റെ കറ ചുരിദാറിലാവും പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുറിച്ചിട്ടില്ല. അമ്മയാണ് കേട്ടോ ഒക്കെ മുറിക്കുന്നത്. ഞങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് അങ്ങനെ നടന്നു പോയിട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, കാണാനൊന്നുമില്ല, എന്നാലും കാണാത്തവർക്ക് എന്ത് കാഴ്ചകളും നല്ല ഭംഗിയാവുമല്ലോ അല്ലേ. അപ്പോൾ അത് ലച്ചുമോളൊക്കെ മുന്നിക്ക് പോയിട്ടുണ്ട് കേട്ടോ, കുറേ മുന്നിക്ക്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം പിന്നെ അമ്മായിയും കുട്ടികളൊക്കെ വന്നന്ന് ഞങ്ങളിത് കൂടെ വന്നതായിരുന്നു കേട്ടോ. അന്ന് എന്താ മയിലിനെയൊക്കെ കണ്ടു പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ദൂരത്തേക്ക് പോകാറുണ്ട് അങ്ങനെ ഒരു പോയതാണ് കേട്ടോ കുട്ടികളെല്ലാവരും കൂടെ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. പിന്നെ പഴത്തു കൂടെ ഒക്കെ പോയത് മയിലിനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവിടെ മയിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലച്ചുമോൾ കൊണ്ടുപോയതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഈ ചെറിയ വരമ്പായിട്ടേ അതിമ്മക്കൂടെ നടന്ന് വീണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതൊന്നും ഈ സച്ചു എടുത്തിട്ടില്ല കേട്ടോ. അതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സച്ചു, മാമേൻ്റെ മോനാണ്. അപ്പോൾ സച്ചുവിനും ഉണ്ട് കേട്ടോ ചാനൽ, സച്ചു ടെക് എന്നാണ് ചാനലിൻ്റെ പേര്. ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ. സച്ചുവിനോട് ഞങ്ങളെ മാത്രം എടുക്കല എല്ലാം എടുക്കുക എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഈ കാടും പൊന്തൊക്കെ എടുക്കാറുണ്ട് കണ്ട് അങ്ങനെ കഴുകുന്തോപ്പും ഫുള്ള് എടുക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു ആ ഉച്ച സമയത്ത് കേട്ടോ. ഉച്ചയായിട്ടില്ല, ഉച്ചേൻ്റെ മുന്നെയാണ് ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇലയ്ക്ക് വേണ്ടി പോകുന്നതാണല്ലോ. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുന്നേ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പങ്കുച്ചേട്ടനായിട്ട് ഞാൻ റീലൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. ഏട്ടൻ്റെ മാഷാണ് അവിടെ കൊല്ലത്ത്. പിന്നെ അമ്പിളി ചേച്ചി ഒന്നും ചെയ്യണില്ല കേട്ടോ. അമ്പിളി ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഇവിടെ അല്ല, അടുത്ത മാസം കാണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടോ. പിന്നെ അർച്ചന ചേച്ചി തന്നെ ഒന്നും ചെയ്യണില്ല, PSC കോച്ചിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, രണ്ടാമത്തെ ആൾ 9th പിന്നെ പങ്കുച്ചേട്ടൻ്റെ മോന് ഇനി 6 തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അതാ ഞങ്ങളെല്ലൊക്കെ കൊണ്ട് മോളിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതാ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്, പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും കടായിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മേൻ്റെ അനിയത്തീൻ്റെ ഭർത്താവ് തന്നെയാണ് വെക്കുന്നത്, ശശിച്ചേനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാർപ്പിനൊക്കെ ശശിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശശിച്ചനെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ അതാ അമ്മേൻ്റെ ചെറിയ അനിയത്തിയും വന്നിട്ടുണ്ട് കേട്ടോ, ഗിരിജാൻറ്റി ഇന്ന് രാത്രി മൂകാംബിക പോവാണ്, അപ്പോൾ നേരത്തെ വന്നതാണ് കേട്ടോ. പിന്നെ ഫങ്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ രാവിലെ അല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടേ. പിന്നെ രാത്രിയാണ് അവിടെ നിന്ന് പോണത് എന്ന് പറഞ്ഞത്, മുൻകൂട്ടി ആദ്യമേ ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും മാറ്റാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ നേരത്തെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല തുടയ്ക്കുകയാണ് കേട്ടോ. ഗൈസ്, ഗിരിജാൻ്റെ ഇപ്പം വന്നിട്ടുള്ളൂ കേട്ടോ, വെറും പ്രഹസനം മാത്രമാണ്. അങ്ങനെയൊക്കെ ഓള് പറയൂട്ടോ, അത് വേറെ കാര്യം. വെറുതെ ഗിരിജാൻറ്റീനെ ഒന്ന് ഇതാക്കിയതാട്ടോ, കളിയാക്കിയതാണ്. കുറച്ച് നേരം വൈകി വന്നിട്ടേ പിന്നെ ഇവിടെ നിൽക്കണമില്ലല്ലോ, അപ്പോൾ ഒന്ന് കളിയാക്കിയതാട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കണം കേട്ടോ. ആദ്യം കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചോറും സാമ്പാറും ചിക്കനും ഉപ്പേരി പപ്പടം അച്ചാറ്, പിന്നെന്താ ഒരു മാങ്ങ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അത് അമ്മ ബാങ്കിൽ നിന്ന് തലേ ദിവസം 4 മാങ്ങ ഉടനെയിരുന്നു, ആകെ 4-5 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല പുളിയാണ്, വെറുതെ കഴിക്കാൻ ഭയങ്കര പുളിയാണ്. അപ്പം പിന്നെ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അമ്മയൊന്നും ചിക്കൻ കഴിക്കുന്നില്ല കേട്ടോ. അമ്മയും അച്ഛയൊക്കെ കാശി പോവാണ്, അച്ഛ കഴിക്കുന്നുണ്ട്, അച്ഛ നോമ്പ് തുടങ്ങിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അതാ ഗിരിജാൻ്റെയും കഴിക്കണില്ല കേട്ടോ, ചിക്കൻ കഴിക്കണില്ല. അപ്പോൾ ഗിരിജാൻ്റെയും കൂട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ 28 പോണത് കാശിക്ക്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നോമ്പ് വേണമെന്ന് പറഞ്ഞിട്ടേ ചിലരൊന്നും എടുക്കൂല കേട്ടോ. ഇപ്പോൾ ഇവിടെ അമ്മയൊക്കെ എടുക്കുന്നുണ്ട്, അച്ഛ തുടങ്ങിയിട്ടില്ല, അച്ഛൻ ഈ പരിപാടിയൊക്കെ കഴിയട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അമ്മയും ഇവിടുത്തെ അമ്മായികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതാ ഞങ്ങൾ പാത്രം കഴുകലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളും സാധനങ്ങളും പന്തലൊക്കെ വലിയ അമ്മായിൻ്റെ മോന് ഡെക്കറേഷനാണ് കേട്ടോ, കൊച്ചു താട്ടൻ. അപ്പോൾ താട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പാത്രമൊക്കെ കഴുകിയൊക്കെയായിരുന്നു കേട്ടോ. ഞാൻ ചുരിദാറിൻ്റെ മുകളിലൊരു മുണ്ടെടുത്തതാണ്, എൻ്റെ ചുരിദാറിക്കൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മക്കളൊക്കെ കൂടുന്നുണ്ട് കേട്ടോ പാത്രം കഴുകാനായിട്ട്. അവർ പിന്നെ വെള്ളത്തിൽ കളിക്കണ പരിപാടിയും കൂടിയല്ലേ, അപ്പോൾ പിന്നെ അടങ്ങിയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ പറയുമായിരുന്നു കഴുകേണ്ടതിനെ കുറിച്ചൊക്കെ കേട്ടോ. പിന്നെ വെള്ളം നമുക്ക് 2 വീട്ടിലേക്കും കൂടെ താഴത്തെ കിണറ്റിൽ നിന്നാണ് കേട്ടോ, താഴത്തെ വീട്ടിൽ നിന്നാണ്. പിന്നെ മുകളിൽ
കിണറൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. പാക്കം പോലെ കുത്തിയാൽ മതിയല്ലോ പറഞ്ഞിട്ട് ഇതിപ്പോൾ പൈപ്പ് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ അതാ പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പങ്കുവേട്ടനും കൂടെ ഒന്ന് വണ്ടൂർ പോവാണ് കേട്ടോ. അമ്മേൻ്റെ ബ്ലൗസ് കിട്ടിയിട്ടില്ല നാളെ ഉടുക്കാനുള്ള, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ അത് വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. കുറേ കടയിൽ കയറി, വണ്ടൂരുള്ള 2-3 കടയിൽ, 3-4 അല്ല കുറേ കടയിൽ കയറി ആ കളറ് കിട്ടാനൊന്ന് കിളിപ്പച്ച അല്ലെങ്കിൽ ഓറഞ്ചോ വേണം കേട്ടോ കിട്ടാൻ. അപ്പോൾ 2 കളറും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു കട ഉണ്ടായിരുന്നു, അവിടെ കയറിയപ്പോൾ കിട്ടിയിട്ട് ഒരു ഓറഞ്ച് കളറിനെ കിട്ടിയിട്ടുണ്ട്. അമ്മ ഇന്നും അങ്ങാടി പോണതാണ്, പക്ഷേ ചെറുകോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ അടുത്തുള്ള അങ്ങാടിയിലൊക്കെ ചോദിച്ചു, പക്ഷേ അവിടെയൊന്നും സാധനം കിട്ടാനില്ല. വേറെ കളറൊക്കെ ഉണ്ട്, പക്ഷേ കളറിൻ്റെ പ്രശ്നം കൊണ്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഞങ്ങൾ അതൊക്കെ വാങ്ങി കുറച്ച് വെള്ളവും ഒരു ഷവർമയൊക്കെ കഴിച്ച് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ മീൽ കഴുകലും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേവുവിനെ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവു നീ എല്ലാവരും എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തണേ എന്നൊക്കെ. കാരണം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമ്മളിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ എന്തൊക്കെ പറയണമെന്ന് ഇങ്ങോട്ട് കിട്ടില്ല, അതാണ് പിന്നെയുള്ള പ്രശ്നം. അപ്പോൾ അതൊക്കെ വർഷേൻ്റെ ചേച്ചിമാരൊക്കെയാണ് കേട്ടോ, ചേച്ചിമാരും ഏടത്തിയമ്മമാരൊക്കെയാണ്. അവരൊക്കെ തലേന്ന് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ വെള്ളം കലക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സാദാ ചോറും മോരുകറിയും ചിക്കൻ്റെ പാർട്സൊക്കെ ഇട്ടിട്ട് അങ്ങനൊരു കറിയാണ് കേട്ടോ. ഉപ്പേരി മമ്പയറും കായൊക്കെ ഉപ്പേരി ഉണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. അതാണ് വൈകുന്നേരത്തെ ഫുഡ്. അപ്പോൾ ഇതാ വണ്ടൂർക്കാരൊക്കെ ഉണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയണമൊന്നുമില്ല കേട്ടോ, ഞാൻ ഓരോരുത്തരെ അങ്ങനെ കണ്ടോളൂ. ഇത് മുത്തി ചേച്ചി. പിന്നെ ചിക്കനൊക്കെ അവർ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊരിച്ചിട്ടാണ് വയ്ക്കുന്നത്, അപ്പോൾ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്സും പിന്നെ കുറച്ച് ചിക്കനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കണത് കേട്ടോ. അതൊക്കെ ശശി തന്നെയാണ് വെക്കുന്നത്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പിറ്റേന്നേക്കുള്ള ചുക്കള്ളം അമ്മ അന്ന് ഉച്ചയ്ക്കന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാൽ പിറ്റേന്നാകുമ്പോഴത്തേന് ചൂടാറിക്കോളുമല്ലോ പറഞ്ഞിട്ടേ. മറ്റേത് പുറത്തും ചൂടാണ്, ഫുഡും ചൂടാകും, വെള്ളവും ചൂടാകുമ്പോൾ മൊത്തത്തിൽ ചൂടാവില്ല പറഞ്ഞിട്ട്, വെള്ളമെങ്കിലും തണുത്തിരിക്കട്ടെ പറഞ്ഞിട്ട് തലേന്ന് രാവിലെ തന്നെ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വണ്ടൂരത്തെ അമ്മായികളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അമ്മേൻ്റെ ബാങ്കിലത്തെ ചേച്ചിയാണിത്, അവരൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അമ്മയും ഉണ്ണിയേട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. രഞ്ജു ഇവിടെ അല്ല, രഞ്ജു വീട്ടിലാണ്, അപ്പോൾ പിറ്റേന്നേ വരുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മളെ ഇവിടുത്തെ അമ്പിളി ചേച്ചി കേട്ടോ. അപ്പോൾ മൊത്തം 2 അമ്പിളി ചേച്ചിയായി. കൊല്ലത്തെ അമ്പിളി ചേച്ചിയുണ്ട്, കുട്ടിപ്പാറത്തെ അമ്പിളി ചേച്ചിയുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ പപ്പ ഏതായാലും വന്നിട്ടുണ്ട്, അമ്മായി വന്നിട്ടില്ല കേട്ടോ. പപ്പേൻ്റെ അമ്മ ഉണ്ട് അവിടെ വീട്ടിൽ. അപ്പം അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം അമ്മേൻ്റെ അടുത്ത് അമ്മായിനാക്കി അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇനി പപ്പ രാവിലെ പോകും, അമ്മായി ഇങ്ങോട്ട് രാവിലെ വരും കേട്ടോ. അങ്ങനെ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിങ്ങനെ വർത്താനം പറയുമായിരുന്നു കേട്ടോ. ഫുഡ് കൊടുക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു തലേന്നത്തത് ഒരു വീഡിയോ ആക്കിയിട്ടും പിറ്റേന്നത്തത് ഒരു വീഡിയോ ആയിട്ടും അങ്ങനെ ഇടാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ തലേന്ന് കുറേ അധികം വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് അധികം ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് തിരക്കായിപ്പോയി, എല്ലാവരും വരുന്ന തിരക്കും ഒക്കെ ആയപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതന്നെ പിന്നെ ഞാൻ ദേവുവിനെ കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എടുപ്പിച്ചതായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ വോയിസ് കൊടുക്കാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്ക് കിട്ടൂല. പിന്നെ വല്ല കല്യാണ സീഡിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പാട്ടൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ പിന്നെ മ്യൂസിക് കൊടുക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ല കേട്ടോ. നമ്മളങ്ങനെ മ്യൂസിക് കൊടുത്തിട്ടതിനൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺലോഡിലുണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാൻ പേടിയാണ്, അതാണ് ഞാൻ പിന്നെ കൊടുക്കാത്തത് കേട്ടോ. ഇയാൾ നിങ്ങൾക്ക് അറിയോ, ഇത് നമ്മുടെ അബിടെക്കാണ് കേട്ടോ. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, യൂട്യൂബ് ചാനലുണ്ട് അബിടെക്, അറിയാത്തവരൊന്ന് കയറി കാണണേ. ഇതും തന്നെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ, വണ്ടൂരത്തെ അമ്മ വീട്ടിലത്തെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഓനും ഞാനൊക്കെ ഒപ്പം പഠിച്ചതാണേ. മാരീഡ് അല്ല, കല്യാണമൊക്കെ അങ്ങനെ ആലോചിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ.
പിന്നെ അതാ ഞാൻ യൂട്യൂബിനെ കുറിച്ചും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുകയായിരുന്നു. ഓന് അതിനെക്കുറിച്ചൊക്കെ നല്ലോണം അറിയും കേട്ടോ. അപ്പോൾ ഓനോട് ഇങ്ങനെ എനിക്കതിനെക്കുറിച്ച് വല്ലാതെ അങ്ങോട്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മോണിറ്റൈസ് ആവാനായിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. 4000 വാച്ച് അവർ ആവാൻ കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു കേട്ടോ അവനോട്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും തന്നെ കുറച്ച് ഇപ്പം ഇങ്ങനെ ഫോളോവേഴ്സും വ്യൂസൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ പിറ്റേന്ന് ഓൻ്റെ അനിയൻ ലാല് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓനോട് വിശദമായിട്ട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ ലച്ചുമോൾ അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞങ്ങളായിട്ടില്ല, കുട്ടികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. വന്നവരൊക്കെ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫ്രണ്ട്സും ചെറിയ ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ അതേപോലെ തന്നെ ശുഭേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ചേച്ചിമാരും കസിൻസും ഒക്കെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശശിച്ചേൻ്റെ ഫുഡ്. പിന്നെ കാര്യമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിടുന്നതൊക്കെ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് നമ്മുടെ കൊല്ലത്തെ വല്യമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്ന് വീഡിയോ എടുത്തിടണം കേട്ടോ, വല്യമ്മയ്ക്ക് വരാൻ പറ്റാത്തതാണ്, എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ വല്യമ്മേനെ പിന്നെ അതേപോലെ തന്നെ ഗിരിജാൻറ്റി പിറ്റേ ദിവസം ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും തലേന്നൊന്നും ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ഗിരിജാൻറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഗിരിജാൻറ്റി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ അതാ കുട്ടികൾ ലച്ചും നന്ദും കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ വോയിസ് വിട്ടാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരും എന്ന് കരുതിയിട്ടാണ് ഞാനത് വിടാത്തത്. അപ്പോൾ ഫുള്ളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചെറിയ ചെറിയ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഫ്യൂഷനായിട്ട് കളിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതാ കഷ്ണം നുറുക്കലൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ കഷ്ണം നുറുക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളി തോലൊളിക്കാനോ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് പിറ്റേന്ന് രാവിലത്തേനുള്ള ഉപ്പുമാവിക്കുള്ളതൊക്കെ ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം ശശിച്ച പറഞ്ഞു പിന്നെ രാത്രിക്കത്തേനുള്ള ഉള്ളിയൊക്കെ നന്നാക്കുക പറഞ്ഞിട്ട് അങ്ങനെ നന്നാക്കിയപ്പോൾ കൂട്ടത്തിലില്ല, അതും കൂടെ നന്നാക്കി കേട്ടോ. പിന്നെ വന്നവർക്കൊന്നും വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ തന്നെ പണിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ സച്ചു ചിക്കൻ അവിടെ പൊരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് പൊരിച്ചായത് ഇങ്ങനെ എടുത്തുകൊണ്ടെന്ന് കഴിക്കാൻ കേട്ടോ കുട്ടികളൊക്കെ എല്ലാവരും കൂടെ. പിന്നെ നല്ല ചൂടാണ്, ഇതാ കണ്ടോ കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അപ്പോൾ എന്താ അറിയോ, കോരി ഇട്ടേന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ സച്ചു. അപ്പോൾ ഇതാ കണ്ടോ, ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ചിക്കൻ പൊരിച്ചതൊക്കെ. ഇതൊരു 11:30 ആയിട്ടുണ്ടാവും കേട്ടോ ഈ സമയത്ത്. അപ്പോഴത്തേനും എല്ലാവരും ഏകദേശം ചെക്കന്മാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഇനി പൊരിക്കണ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ കണ്ടോ, ചിക്കനൊക്കെ കുറച്ച് പൊരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പകുതി ആയിട്ടില്ല, 1 കിൻഡലിൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ആവുന്നുണ്ട്. ഇപ്പോൾ പപ്പയാണ് കേട്ടോ ഇളക്കണത് ഇങ്ങനെ. അപ്പോൾ ഒരു മീഡിയം വേവ് വരെ ആവണം, ഒരു ഹാഫ് വേവ്. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഗ്രേവിയിലിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് തിളപ്പിച്ച് വേവിക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ശശിച്ചന്നെയാണ് കേട്ടോ വെക്കാറ്. ഇപ്പം എൻ്റെ നിശ്ചയത്തിനും പിന്നെ ഏട്ടൻ്റെ പരിപാടിക്കും ഒക്കെ ശശിച്ചന്നെയാണ് വെക്കാറ്. പിന്നെ ഞാൻ അധികം പൊരിച്ച് നിൽക്കണ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ പോയി കടന്നു. ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ കടന്നിട്ടുണ്ട് കേട്ടോ. ശശിച്ചൊന്നും തീരെ കടന്നിട്ടില്ല കേട്ടോ. അത് പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കടന്നിട്ടില്ല കേട്ടോ. പിന്നെ കടന്നാൽ ശരിയാവില്ല പറഞ്ഞിട്ട് പിന്നെ കടന്നിട്ടില്ല. പിന്നെ അതായത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ പൊരിച്ച് ഒക്കെ റെഡിയാക്കി. നമ്മുടെ കടായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടായിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നേരം വെളുത്തപ്പോൾ തന്നെ ഉള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ചേച്ചിമാർ പിന്നെ സലാഡിനുള്ളത് അരിയാണ് കേട്ടോ. അതൊക്കെ പിറ്റേന്ന് രാവിലെയാണ് അരിയണത്. കണ്ടോ, നാത്തോനും കൂടെ നിന്നിങ്ങനെ അരിയാണ്. ഇത് പിന്നെ ശശിച്ചേൻ്റെ മോൻ്റെ ഭാര്യയാണ് കേട്ടോ, അർച്ചന, അപ്പൂൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതെല്ലാവരും രാവിലെ തന്നെ നീച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ചാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അഞ്ജുവിനോട് ഇങ്ങനെ പറയുമായിരുന്നു, വീഡിയോ ഒന്ന് എടുക്കട്ടടാ, ഞാൻ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് വരട്ടെ എന്നും പറഞ്ഞിട്ട് അവളെടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഓളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മേലാറ്റെടുത്ത നാരായണേട്ടൻ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കുത്തിരുന്ന് കുക്കുംബർ അരിയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ പണിയെടുക്കണമൊക്കെ എടുത്തോ എന്നും പറഞ്ഞു കാണ്ടേ അങ്ങനെ എടുക്കുകയായിരുന്നു. പിന്നെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മക്കൾസൊക്കെ അത് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ എല്ലാവരും ചായ കുടിക്കുകയാണ് കേട്ടോ. ചായക്ക് റവ ഉപ്പുമാവും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് മലയാട്ട് മന ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് പറഞ്ഞിട്ട് പാട്സിൻ്റെ കറിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. സാമ്പാറാണ് കൂട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മതി പറഞ്ഞിട്ട് അവരതാ ഉള്ളി അരിയുന്നുണ്ട് കേട്ടോ. സലാഡിക്കുള്ള ഉള്ളി അരിയാണ്. അമ്മ പിന്നെ സാദാ ചോറും വെക്കണമല്ലോ കുറച്ച്. അപ്പോൾ സാദാ ചോറും സാമ്പാറും അവിയലും ഉപ്പേരിയും പപ്പടമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ ഈ സർലാസിന് വേണ്ടി ഉള്ളി അരിയണവരൊക്കെയാണ് കേട്ടോ. പിന്നെ അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ അവരാണ് ഇതൊക്കെ. അവർ പോയിട്ടില്ല, പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു കാറും 2 സ്കൂട്ടിയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ പോയവരൊന്നും ഞാൻ കണ്ടിട്ടന്നല്ല കേട്ടോ. കണ്ണനൊക്കെ കയറി പോയിട്ടുണ്ട്. പിന്നെ അവരൊപ്പം പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിൽക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറ്റിയണൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂനും ഇളയച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഫുഡ് വിളമ്പാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. വർഷേൻ്റെ അവിടെ നിന്നും ഇപ്പോൾ വിളിച്ചവരൊക്കെ മിക്കവാറൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ കുട്ടികളെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ അടുത്ത് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാമല്ലോ, വന്നവരൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. ഈ സമയത്തൊന്നും ഞങ്ങളവിടെ കയറി പോന്നിട്ടില്ല. ഇതിപ്പോൾ ആരെടുത്ത വയനാട്ടിലത്തെ വാവേൻ്റെ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവളോടൊന്ന് ഇങ്ങനെ പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ കുറേ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് 500-600 ആൾക്കാരെ പരിപാടിയായിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങൾ അടുത്ത റിലേറ്റീവ്സും പിന്നെ അതേപോലെ തന്നെ വർഷേൻ്റെ റിലേറ്റീവ്സും പിന്നെ അടുത്തുള്ള കുറച്ച് വീട്ടുകാരും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഏട്ടൻ്റെയും ഒക്കെ ഫ്രണ്ട്സും. ഇത് അമ്മേൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അമ്മേൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സാണ്. 9ാം ക്ലാസ്സിലത്തെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടേക്ക് ഓണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അമ്മയ്ക്ക് ഓരോ പറയുമ്പോൾ 100 നാവാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അമ്മേൻ്റെ ഫ്രണ്ട്സ്. ഇപ്പം ഞങ്ങളതൊക്കെ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവൊന്നുമല്ല. പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് തുടങ്ങും. ഒരാഴ്ച അങ്ങനെ ഹായ് കൂയി എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു. പക്ഷെ ഇവരങ്ങനെയല്ല കേട്ടോ. ഇവർ ഇപ്പോഴും തന്നെ ഭയങ്കര ഗ്രൂപ്പിങ്ങിൽ ചാറ്റിങ്ങും പാട്ടുപാടലും പിന്നെ അതേപോലെ തന്നെ ടൂറ് പോവും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ആക്റ്റീവാണ് ഓലെ ഗ്രൂപ്പ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ അതാ അവിടെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികമൊന്നും അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒക്കെ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എന്നുള്ളത് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അതാ കൂടൈസ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾ. ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിന് കച്ചറോടി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. പച്ചക്ക് അപ്പളാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴാണ് കഴിക്കുന്നത്. പിന്നെ ഇതാ 2 ഫാന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസൻറ്റേഷനായിട്ട്. അപ്പോൾ വയറിങ് ഏട്ടൻ വന്നപ്പോൾ അത് പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാറ് കണ്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. കാരണം ഫാനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ കേട്ടോ. ഇത് പിന്നെ ഒരു ഈവനിങ് സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. മേൽക്കഴുകലും കുട്ടികളെ മേൽക്കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഒരു കാര്യം നേരത്തെ കഴിച്ചതല്ലേ. ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴത്തേനും കഴിച്ചിട്ടില്ല. പിന്നെ ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ. പിന്നെ അതാ ഇത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞൊരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് പടക്കം പൊട്ടിക്കാറുണ്ട്. അങ്ങനെ പടക്കം പൊട്ടിക്കാനിരിക്കുകയാണ് കേട്ടോ. വിഷുവിന് വാങ്ങിക്കൊണ്ടുവന്ന പടക്കം കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പടക്കം പിന്നെ ഇവിടെ സിദ്ധുവിനൊക്കെ ഭയങ്കര പേടിയാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പൂത്തിരികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പൊട്ടിക്കുക പറഞ്ഞിട്ടേ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മോഡലും കൂടിയൊക്കെ ആയതുകൊണ്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒന്ന് പടക്കം പൊട്ടിക്കാൻ കേട്ടോ. ഞാൻ വീഡിയോ സൗണ്ടൊന്നും കൊടുക്കണില്ല. നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. കാരണം കുട്ടികളും കൂടെ പൊട്ടിക്കായതുകൊണ്ടേ. ഞങ്ങളതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് നീച്ചു കേട്ടോ. എന്നിട്ടൊക്കെയാണ് പൊട്ടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട്
അപ്പം അതാ കണ്ടോ, ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും പിരിയാലോ പറഞ്ഞിട്ടേ. അപ്പോൾ രണ്ടാമത്തെ അമ്മായിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അമ്മായിയൊക്കെ പോകും, പിന്നെ അതേപോലെ തന്നെ അമ്പിളി ചേച്ചി പോകും, ഒക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പിളി ചേച്ചി ഒന്നും ഗിഫ്റ്റ് പൊട്ടിക്കൽ ഫുള്ള് കണ്ടിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. പകുതിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ പോയിട്ടുണ്ട്. പിന്നെ അമ്പിളി ചേച്ചിയും തന്നെ പിറ്റേ ദിവസം രാവിലേക്കാണ് കേട്ടോ പോവുക. കൊല്ലത്ത് അമ്പിളി ചേച്ചി, അവൾക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ട്രെയിനുള്ളത്. അപ്പോൾ ഓലും തന്നെ രാവിലെ പോകും കേട്ടോ. ഞാനും തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് പോകണം വിചാരിച്ചിട്ടുണ്ട്. അവിടെ കല്യാണം ഉണ്ട് കേട്ടോ, ഈവനിങ് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കൂടിരിക്കലും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ കമൻ്റ് ഇടുന്നതിലൂടെ നമുക്ക് അറിയുകയും ചെയ്യാം ആരൊക്കെ കാണുന്നുണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊരു സന്തോഷമല്ലേ, ഇന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.